ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നതിന് സംശയമില്ലല്ലോ. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് മുന്നിൽ ഏത്തമിടുകയാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം. അവർക്കപ്പുറം ഒന്നുമില്ല. സമസ്തയോട് ഇപ്പൊ ഇന്നലെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു, ആൺകുട്ടിയെ പോലെ മസിലൊക്കെ പെരുക്കി നിൽക്കുന്നു, സ്കൂൾ വിദ്യാർത്ഥി സമയമാറ്റത്തിൽ രണ്ടാമതൊരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ചു നിന്നു. ആരെ സൂചിപ്പിക്കാനായിരുന്നു എന്നറിയില്ല. ഇന്ന് മലക്കം പറഞ്ഞു ചർച്ചയാകാം എന്ന് പറഞ്ഞു. ഈ ചർച്ച ഹൈന്ദവ സംഘടനകളുമായി എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ? ശബരിമലയിൽ ലക്ഷക്കണക്കിന് അമ്മമാര് ശബരിമല ആചാരം ലംഘിക്കുമ്പോൾ ലക്ഷക്കണക്കിന് അമ്മമാര് കണ്ണീരും കയ്യുമായി നിന്നപ്പോ, ഹൈന്ദവ സമൂഹം മൊത്തം, വിശ്വാസികൾ മൊത്തം തെരുവിലിറങ്ങിയപ്പോ ഒരു അരമണിക്കൂർ ചർച്ച നടത്താമായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുമായിട്ട്. എന്തേ ഹൈന്ദവ സംഘടനകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അയിത്തമുണ്ടോ? അവരുമായി ഒരിക്കൽ പോലും ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലല്ലോ കേരളത്തില്. ഒരിക്കൽ തന്ത്രിയെയും അതുപോലുള്ളവരെയൊക്കെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അതേ സമയത്ത് മുഖ്യമന്ത്രി 11 മണിക്ക് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതേ സമയത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ശബരിമല സുപ്രീം കോടതി വിധി നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതാണ് ഹിന്ദു സമാജത്തോടുള്ള നടപടി. അപ്പൊ ഇവിടെ ഈ സ്കൂൾ സമയമൊക്കെ അവർ മാറ്റി കൊടുക്കും. കാരണം ഇവിടെ രാത്രി പരീക്ഷ നടത്തിയിട്ടുണ്ട്. നമ്മൾ മറന്നിട്ടുണ്ടോ അത്? SSLC പരീക്ഷ രാത്രി നടത്തിയിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച നടത്താൻ പറ്റില്ല ഒരു വിഭാഗത്തിന്, ശനിയാഴ്ച പരീക്ഷ എഴുതാത്ത വേറൊരു വിഭാഗം ഉണ്ട് അത്രേ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇവിടെ SSLC പരീക്ഷ രാത്രി നടത്തിയിട്ടുണ്ട്. ആ പേക്കൂത്ത് വരെ നടത്തിയവര് സ്കൂൾ സമയം മാറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവരെല്ലാം ജിഹാദികൾക്ക് വിടുപടി ചെയ്യാണ്. ഈ ഗുരുപൂജയാണെങ്കിലും ഇതൊക്കെ വിവാദമാക്കുന്നത് ഈ ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ബാക്കി ഒന്നിനുമല്ല. അതല്ല എങ്കിൽ ഇപ്പൊ ഇവിടെ എത്രയോ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മതപഠനം നടക്കുന്നുണ്ട്. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ സിലബസ് ഇവരാരെല്ലാം നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വിവാദമായി വന്നതല്ലേ? ഇവരാരെങ്കിലും കൊടിയെടുത്ത വിദ്യാലയത്തിലേക്ക് പോയി? ഇവിടെ മതപഠനം നടക്കുന്ന എത്ര അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്? സ്കൂളുകളിൽ അതാകാമോ? മതപഠനമാകാമോ? വിദ്യാനികേതൻ സ്കൂളുകൾക്ക് ഗുരുപൂജ പാടില്ല എങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മതപഠനമാകാമോ? പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളെ ഏത് മതവിഭാഗം എന്നില്ലാതെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്ന സ്കൂളുകളില്ലേ ഇവിടെ? അവരുടേതായ ദൈവത്തിന്റെ, ആ സ്കൂൾ നടത്തിപ്പുകാരുടെ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്ന സ്കൂളുകളില്ലേ ഇത്? SFI അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന് തക്ക തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കും. വെറുതെ നാണം കെടാം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഈ വിഷയത്തിൽ, ഈ വിവാദം കൊണ്ട് അവർക്കുണ്ടാകും.